ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ചാപ്റ്റർ 8ൻ്റെ ബാക്കി ഭാഗമാണ്. പാർട്ട് 2 ആണ്. പേജ് നമ്പർ 126 മുതലാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടോ അല്ലെ മലയാളം മീഡിയം ക്ലാസ്സോ വേണ്ടിയവർ ചാനലിൽ ക്ലാസ് 4 മാത്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്താണ്? മെഷർ ആൻഡ് ഫൈൻഡ് ഔട്ട് അല്ലേ? മെഷർ ചെയ്ത് കണ്ടുപിടിക്കാനാണ്. First question, measure the distance from the left end of the line to the tip of the arrow and write it down. അപ്പോൾ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് മുതൽ ഈ ആരോ നിൽക്കുന്ന ആ ഒരു സ്ഥലം വരെ എത്ര ഉണ്ട് എന്ന് അളന്നെഴുതാനാണ്, മെഷർ ചെയ്ത് എഴുതാനാണ്. അപ്പോൾ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അതിനാദ്യം നമ്മൾ ഈ ലൈന് തുടങ്ങുന്ന ഭാഗത്ത് 0 വെക്കുക അല്ലേ? 0ൻ്റെ ആ ലൈന് വെക്കുക. കറക്റ്റാക്കി വെക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 2 ആണ് കേട്ടോ. എത്രയാണ്? 2 ആണ്. അപ്പോൾ അവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ് ഓഫ് ദ ആരോ ടു ദ റൈറ്റ് എൻഡ് ഓഫ് ദ ലൈൻ? അതായത് അടയാളമിട്ട ഭാഗം മുതൽ വലത്തെ അറ്റം വരെയുള്ള അകലം എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? അടയാളമിട്ടത് ഇവിടെയല്ലേ? ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതിന് നമ്മൾ ഇവിടെ 0 വെക്കുക. ബാക്കി എത്രയുണ്ട്? 5 ആണ് കേട്ടോ. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ലൈൻ? എത്രയാണ് ആകെ അതിൻ്റെ നീളം? എത്രയാ? 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ പ്ലസ് 5 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ആണ് ആകെയുള്ള നീളം. അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മില്ലിമീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ്, പിന്നെ മില്ലിമീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 70 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 7 സെൻറ്റിമീറ്റർ അല്ലേ? 10 1 ആവുമ്പോൾ 77. ഇനി 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 9 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 90. ഇനി ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മില്ലിമീറ്റർ ഉണ്ടാവും? 40 ആണ് അല്ലേ? 1 എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ, 10 ആവുമ്പോൾ 4 സെൻറ്റിമീറ്റർ, 40. ഇനി 100 മില്ലിമീറ്റർ എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ മക്കളെ. അടുത്തത് എന്താണ്? ലെങ്ത് ഓഫ് പെൻസിൽസ്. അപ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത്? മൈ പെൻസിൽ ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 മില്ലിമീറ്റേഴ്സ്. ഇവൻ്റെ പെൻസിലിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ആണ്. അപ്പോൾ ഈ കുട്ടി പറയാണ് യു ക്യാൻ സേ 57 മില്ലിമീറ്റേഴ്സ് ഇൻസ്റ്റഡ് അല്ലേ? അതായത് മില്ലിമീറ്ററിൽ 57 മില്ലിമീറ്റർ എന്ന് പറയാം. അതായത് എന്താണ്? 5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 50 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിനോട് 7 മില്ലിമീറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ 57 മില്ലിമീറ്റർ. ഇനി താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. മെഷർ ദ ലെങ്ത് ഓഫ് യുവർ പെൻസിൽ ആൻഡ് പെൻസിൽസ് ഓഫ് യുവർ ഫ്രണ്ട്സ്, റൈറ്റ് ദം ഇൻ ദ ടേബിൾ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഓരോരുത്തരുടെയും പേര് എഴുതണം. അതുപോലെ ഗസ് ചെയ്ത് അവരുടെ പെൻസിലിന് എത്ര നീളമുണ്ട്, എത്ര ലെങ്ത് ഉണ്ടെന്ന് ഗസ് ചെയ്ത് എഴുതുക. അപ്പം നമ്മളിവിടെ മെഷർ ചെയ്ത പോലെ അളന്നിട്ട് റെഡി ആയിട്ടുള്ള കറക്റ്റ് അളവ് ഈ ഒരു ബോക്സിൽ എഴുതുക കേട്ടോ. നിങ്ങളൊരു 3 ഫ്രണ്ട്സുകളെ പെൻസിലിൻ്റെ ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്യണേ. ഇനി നെക്സ്റ്റ് പേജിൽ കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ്. ഇവിടെ സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും തന്നിട്ടുണ്ട്. ഇവിടെ മില്ലിമീറ്റേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയും ടോട്ടൽ മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അതിനോട് ഈ 8 മില്ലിമീറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര മില്ലിമീറ്റർ ആയി? 18 മില്ലിമീറ്റേഴ്സ്. ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റേഴ്സ് 8 മില്ലിമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 50 മില്ലിമീറ്റേഴ്സ് ഷോർട്ടാക്കി എഴുതുന്നുണ്ട്. പ്ലസ് 8 മില്ലിമീറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ എത്രയായി? 58 മില്ലിമീറ്റേഴ്സ്. ഇനി ഇവിടെ നമുക്ക് 24 മില്ലിമീറ്റേഴ്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം 20 എന്തുണ്ട്? സെൻറ്റിമീറ്ററിലാക്കാനുള്ളതുണ്ട് അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ
2 സെൻറ്റിമീറ്റർ എത്രയാ 4 മില്ലിമീറ്റർ. അതായത് 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 മില്ലിമീറ്റർ പ്ലസ് 4 മില്ലിമീറ്റർ. അപ്പോൾ എത്രയാ 20യും 4ഉം 24 മില്ലിമീറ്റേഴ്സ്. ഇനി നമുക്ക് 30 മില്ലിമീറ്റേഴ്സ് 6 മില്ലിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. 30 മില്ലിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ആണ് 30 മില്ലിമീറ്റർ, പിന്നെ 6 മില്ലിമീറ്റർ. അപ്പോൾ ഇവിടെ എത്രയായി? 36 മില്ലിമീറ്റർ. ഓക്കെ. ഇനി ഷോർട്ട് ലെങ്ത്സ്. ക്യാൻ യു നെയിം സം ഒബ്ജക്ട്സ് ലെസ് ദാൻ എ സെൻറ്റിമീറ്റർ ലോങ്? ഒരു സെൻറ്റിമീറ്ററിലും താഴെയുള്ള, ഇപ്പോൾ അതാ ഈ ഒരു സ്ക്രൂ ഒക്കെ നോക്കിക്കേ, ഒരു സെൻറ്റിമീറ്ററിലും താഴെയല്ലേ ഇതിന് ലെങ്ത് ഉള്ളത്? 0 to 1 ഉള്ളിലല്ലേ? അതുപോലെ അത്രയും കുറഞ്ഞ ലെങ്ത് ഉള്ള പിന്നെ ഒബ്ജക്ട്സിൻ്റെ നെയിം എഴുതാനാണ്. അപ്പം നമുക്ക് ഇവിടെ നട്ട് എഴുതാം, പിന്നെ എന്തെഴുതാം? പിന്നെ റൈസ് എഴുതാം. റൈസിന് ലെങ്ത് കുറവാണ്. അതുപോലെയുള്ള സാധനങ്ങളുടെ പേരുകൾ മക്കൾ കണ്ടെത്തി എഴുതട്ടെ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അളന്ന് നോക്കുക, 1 സെൻറ്റിമീറ്ററിലും താഴെയാണോ എന്ന്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ കുറച്ച് വിട്ടുപോയത് തന്നിട്ടുണ്ട്, നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഇൻ ദ എക്സലൻസ് ഫെസ്റ്റ്, സനൂസ് ഫ്രണ്ട്സ് ആർ മെഷറിംഗ് ദ ലെങ്ത്സ് ഓഫ് സം ഒബ്ജക്ട്സ്. ഹെൽപ്പ് ദം ടു കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ എക്സലൻറ്റ് ഫെസ്റ്റിൽ കുറച്ച് ഒബ്ജക്റ്റിൻ്റെ നീളം സനു കണക്കാക്കുകയാണ്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ പൂർത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ്. നെയിം തന്നിട്ടുണ്ട്, റാണി, ചിന്നു. ഏതാണ് ഒബ്ജക്റ്റ്? റിബൺ ആണ്. ഇനി സെൻറ്റിമീറ്റേഴ്സിലും മില്ലിമീറ്റേഴ്സിലും തന്നിട്ടുണ്ട്. 16 സെൻറ്റിമീറ്റേഴ്സ് 5 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ് എന്ത്? 10 മില്ലിമീറ്റർ. അപ്പോൾ 16 സെൻറ്റിമീറ്റർ എത്രയാ? 16 × 10 ആണ്. അപ്പോൾ എത്രയാ? 0 × 6. 0നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണ്. ഇനി 9 കൊണ്ടായാലും 7 കൊണ്ടായാലും ഒക്കെ 0 ആണ്. ഇനി 0നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 0 തന്നെ. ഇനി 1നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, വീണ്ടും 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1. അപ്പം ലൈന് വരച്ചു, 0 ഇറക്കി എഴുതി, 6 1. അപ്പോൾ 160. അതായത് 16ൻ്റെ കൂടെ 10ൻ്റെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം മില്ലിമീറ്റർ. അപ്പോൾ ഈ ഒരു 5 മില്ലിമീറ്ററും കൂടെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ 165 മില്ലിമീറ്റർ ആണ് ഉണ്ടാവുക. ഇനി ടിനു, അപ്പു എന്താണ് അവരെടുത്തിട്ടുള്ളത്? ജൂട്ട് റിംഗ് ആണ്, അതായത് ചണനൂല്. അവരുടേത് 256 മില്ലിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളിനി സെൻറ്റിമീറ്ററിലേക്കും മില്ലിമീറ്ററിലേക്കും ആക്കണം. അപ്പോൾ 250 നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററിലേക്ക് ആക്കാമല്ലോ. അപ്പോൾ എത്രയാ? 250 എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും ആണ്. അപ്പോൾ ഇതിനോട് ഒരു 0 ഇട്ട് കൊടുക്കുന്നതാണ് എന്ത്? മില്ലിമീറ്റേഴ്സിലാക്കുമ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 250 ആണ്. 6 മില്ലിമീറ്റേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 256 മില്ലിമീറ്റേഴ്സ്. ഇനി മനു, കനിയാണ്. കളേർഡ് പേപ്പറാണ് അവർ ഒബ്ജക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. 24 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര മില്ലിമീറ്ററാ? 240 മില്ലിമീറ്റർ. ഇനി സാക്ഷി, ശ്രേയ തിക്ക് സ്ട്രിങ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 140 മില്ലിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പമല്ലേ? എത്ര സെൻറ്റിമീറ്ററാ? 14 സെൻറ്റിമീറ്റർ അല്ലേ? 14ൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 14 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, ഈർക്കിൽ റെക്റ്റാങ്കിൾസ്. Tinu is making a square of side 9 centimeters 5 millimeters using Irkil beads. What is the total length of Irkil beads she cut off for this? അപ്പോൾ ടിനു ഒരു സ്ക്വയർ ഉണ്ടാക്കുകയാണ്. എങ്ങനത്തെ സ്ക്വയർ ആണ്? അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാ? 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആണ്. അങ്ങനെയെങ്കിൽ സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ടാവും? 4 സൈഡ് ഉണ്ടാവില്ലേ? 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത്ത്. അങ്ങനെയെങ്കിൽ 4 സൈഡിൻ്റെയും കൂടെ ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 4 സച്ച് ഇർക്കിൾ ബീഡ്സ്? അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ 9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 സൈഡല്ലേ ഉള്ളത്. അപ്പോൾ 36 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 മില്ലിമീറ്റർ ആണെന്ന് കിട്ടി.
ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ഈസ് 20 millimeters? അപ്പോൾ ഈ 20 millimeters എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാ? 10 millimeters 1 centimeter ആണ്. 20 millimeters 2 centimeter ആണ്. അപ്പോൾ 36ലേക്ക് അപ്പോൾ ഇവിടെ 20 millimeters എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 2 എന്ന് എഴുതാം. ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 എൽക്കർ ബിറ്റ്സ് ഓഫ് ലെങ്ത് 9 centimeters 5 millimeters എന്ന് പറയുമ്പോൾ 36ൻ്റെ കൂടെ എന്ത് ചെയ്യണം? +2 എത്രയാ? 38. 36 centimeters plus 2 centimeters equal to 38 centimeters. We can also do like this. Length of 1 Hercule bit എന്ന് പറയുന്നത് 9 centimeters 5 millimeters ആണ്. Length of Hercule bits 4 Hercule bits ആണെങ്കിൽ 4 × 9 centimeter plus 5 millimeter. അതായത് നമുക്കിതിനെ മില്ലിമീറ്ററിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 90 ആണ്. അതിനോട് 5 millimeter ആഡ് ചെയ്യുമ്പോൾ 95 millimeter. 4 × 95 എത്രയാണ്? 380 millimeters. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 38 centimeter. ഓക്കെ മക്കളെ, അടുത്തത് ലെങ്ത് ഓഫ് ഈർക്കിൾ. സാക്ഷി ഈസ് മേക്കിംഗ് എ റെക്റ്റാങ്കിൾ വിത്ത് 4 ഈർക്കിൾ ബിറ്റ്സ്. അപ്പോൾ 4 ഈർക്കിൾ വെച്ചിട്ട് സാക്ഷി ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണ്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് 2 പീസസ് ഈസ് 20 centimeters 4 millimeter. അതിൽ 2 പീസസിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 20 centimeterഉം 4 millimeterഉം ആണ്. And the total length of the other 2 pieces is എത്രയാ? 16 centimeter 6 millimeters. അപ്പോൾ 4 സൈഡ് അല്ലേ ഉണ്ടാവുക? 2 സൈഡിൻ്റെതും കൂടെ 20 centimetersഉം 4 millimetersഉം ആണ്. ബാക്കിയുള്ള 2 സൈഡിൻ്റെതും കൂടെ 16 centimeterഉം 6 millimeterഉം ആണ്. What is the total length of all the 4 pieces? അപ്പോൾ 4 പീസിനും കൂടെ എത്ര ലെങ്ത് ഉണ്ടാവും? Help Sakshi to calculate the length. Write how you calculated. ചെയ്യാം. ഫസ്റ്റ് 2 പീസസിൻ്റെ ലെങ്ത് ഓഫ് 2 പീസസ് എത്രയാ? 20 centimeter plus 4 millimeter. ഇനി അടുത്ത ലെങ്ത് ഓഫ് 2 പീസസ് എത്രയാ? 16 centimeter 6 millimeter. അപ്പോൾ നമുക്ക് 20 centimeter plus 4 millimeter പ്ലസ് ചെയ്യാം. 16 centimeter പ്ലസ് ഇവിടെ പ്ലസ് എഴുതണമെന്നില്ല 6 millimeter. അവിടെ പ്ലസ് എഴുതണ്ട കേട്ടോ. ബൈറ്റിട്ട് 20യും 16യും എത്രയാ? 36 centimeter. 6ഉം 4ഉം 10 millimeter. അപ്പോൾ 10 millimeter എന്ന് പറഞ്ഞാൽ എത്രയാ? 1 centimeter ആണ്. അപ്പോൾ 37 centimeter. നമ്മൾ മില്ലിമീറ്ററിലേക്ക് എഴുതുകയാണെങ്കിലോ 370 millimeter. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.